ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അപ്പ് സ്റ്റോക്കിൽ എങ്ങനെ ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നല്ലൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു നിഫ്റ്റി 50യുടെ ഒരു വാച്ച് ലിസ്റ്റാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ സ്വിംഗ് ട്രേഡ്, ഓക്കെ, എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറേ സ്റ്റോക്കുകൾ പിക്ക് ചെയ്തിട്ട് ഞാനൊരു സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൂടുതൽ മിഡ് ക്യാപ്പുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വാച്ച് ലിസ്റ്റിൻ്റെ മേലിൽ തന്നെ മിഡ് ക്യാപ്പിൻ്റെ ആ ഒരു ഇൻഡെക്സ് നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. മിഡ് ക്യാപ്പ് BSE 252 പ്ലസ് ആയിട്ടാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് 252 പോയിൻറ്റ് മിഡ് ക്യാപ്പ് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ബാക്കി സെക്ടറുകൾ നോക്കുമ്പോൾ എല്ലാം മിക്ക സ്റ്റോക്കുകളും ഗ്രീനിലാണ്, അതായത് പോസിറ്റീവ്. ഇന്നത്തെ ദിവസം നല്ലൊരു ബുള്ളിഷ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റോക്കുകളും ബുള്ളിഷ് ആയിട്ടുണ്ട്. എൻ്റെ വാച്ചിലുള്ള വളരെ 1, 2, 3 സ്റ്റോക്കുകൾ മാത്രമേ റെഡ് ആയിട്ടുള്ളൂ. അതായത് മിഡ് ക്യാപ്പ് പോസിറ്റീവായപ്പം മിക്ക സ്റ്റോക്കുകളും പോസിറ്റീവായി. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം ഒരു സ്റ്റോക്ക് വാങ്ങാൻ നല്ലതാണെന്ന് ചോദിച്ചാൽ അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എല്ലാ സെക്ടറും പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മൾ പോയി ബൈ ചെയ്യരുത് ഒരു കാരണവശാലും. ഓക്കെ, അപ്പം നമ്മളെപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മിഡ് ക്യാപ്പ് ഏത് ദിവസമാണോ വളരെയധികം നെഗറ്റീവാണ്, അതായത് 500, 600, 700 പോയിൻറ്റ് മിഡ് ക്യാപ്പ് നെഗറ്റീവ് ആകുമ്പം അന്നത്തെ ദിവസം നിങ്ങളുടെ മിഡ് ക്യാപ്പിലുള്ള സ്റ്റോക്കുകളെല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾമോസ്റ്റ് നിങ്ങളുടെ വാച്ചിലുള്ള സ്റ്റോക്കുകളെല്ലാം മിക്കതും റെഡിലായിരിക്കും. അതായത് ഇന്ന് ഗ്രീൻ കാണുന്ന പോലെ തന്നെ അന്നത്തെ ദിവസം മുഴുവൻ റെഡിലായിരിക്കും. അപ്പോൾ അന്നത്തെ ദിവസം ഒരു 3 മണിയാകുമ്പോൾ നിങ്ങൾ ആ സ്റ്റോക്ക് വാങ്ങുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വിത്തിൻ 1 വീക്ക് ഈ മാർക്കറ്റ് തിരിച്ച് കയറും. അപ്പം മാർക്കറ്റ് തിരിച്ച് കയറി ഇതുപോലെ എല്ലാം പോസിറ്റീവ് ആകുമ്പോൾ ആ സ്റ്റോക്ക് വിൽക്കുക. ഓക്കെ, ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഒരു കാരണവശാലും നിങ്ങളെല്ലാം പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങൾ പോയി ബൈ ചെയ്യരുത്. അത് സെല്ലിംഗ് മോഡായിട്ട് കാണുക. അതുപോലെ എല്ലാം റെഡിലാകുമ്പോൾ നിങ്ങൾ അതിനെ ബൈയിങ് മോഡായിട്ടും കാണുക. ഓക്കെ, താങ്ക് യു. അപ്പം ഇങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.